കോട്ടക്കൽ മൈത്രി നഗറിലെ ഒരു ഉദ്യാന വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമസ്കാരം, ഞാൻ ദിനേശാണ്. ഇന്ന് നമ്മൾ വിഷു ദിനത്തിൽ നമ്മൾ ഓരോ വീടുകളിൽ കൃഷി അറിവുകളുമായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെല്ലും. അപ്പോൾ നമ്മൾ വിഷു കൈനീട്ടത്തിന് പകരം ഞങ്ങളുടെ വക ഓപ്പൺ അഗ്രികൾച്ചർ ടീമിൻ്റെ ഒരു വിത്ത് കൈനീട്ടമാണ്. ഒരു വിത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, കൃഷി ചെയ്യാൻ വേണ്ടി, വിഷുവിന് തന്നെ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീട് നമ്മൾ തിരഞ്ഞെടുത്ത് ഇവിടെ വരാൻ കാരണം ഇവിടുത്തെ വീട്ടിലെ ചെടികൾ അല്ലെങ്കിൽ ചെറിയ പുൽത്തകിടിയൊക്കെ മനോഹരമായിട്ട് പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. പേര്? എൻ്റെ പേര് വിനീഷാണ്. ഇപ്പോൾ ഇതിൽ ഈ ജോലി വേറെ ഉണ്ട്. എന്താ ജോലി? ഞാൻ സോ ഡയമണ്ട്സിൽ. അപ്പോൾ ആ ജോലി സമയത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേയിട്ട് ഞങ്ങളെപ്പോഴും കാണുന്നതാണ് വീട്ടുകാരെല്ലാവരും തമ്മിൽ ഈ ഇവിടുത്തെ ഗാർഡൻ ഒരു കള പോലുമില്ലാതെ ഒരു എക്സ്ട്രാ പുല്ല് മുളയ്ക്കുന്നത് വരെ പറിച്ചെടുത്ത് എത്രയും വൃത്തിയായി സൂക്ഷിക്കുന്ന, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് പരിപാലിക്കുന്ന ഒരു ഗാർഡൻ. അത് വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തുന്നുണ്ട്. അത് ആരിൽ നിന്ന് കിട്ടിയതാണ് ഇങ്ങനൊരു പ്രചോദനം? ഇത്രയും അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ട്. അച്ഛൻ വീട്ടിൽ അവിടെ തറവാട്ടുള്ള സമയത്തൊക്കെ തൊടിയിൽ പുല്ലുകൾ പറിച്ച് ചെടികളൊക്കെ നട്ടു. അല്ല, ഈ ചെടി പൂകളൊക്കെ ഉണ്ടെങ്കിൽ തെച്ചിപ്പൂവിനൊക്കെ ചാണകമൊക്കെ കൊണ്ടുവന്നിട്ട് അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ചെടിയുടെ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു, ഒരു ഇല മഞ്ഞ കളറായി കൊഴിയാൻ നിൽക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അത് നിലത്ത് വീണതിൻ്റെ മുന്നേ തന്നെ കളക്ട് ചെയ്ത് നിങ്ങൾ അത് ഒഴിവാക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പലപ്പോഴും കാണുന്നത് ഫംഗസോ മറ്റുള്ള അസുഖങ്ങളൊന്നും ചെടികൾക്ക്, പൂപ്പലൊന്നും തീരെ ഒരു തരത്തിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ ഇത് വളരെ മനോഹരമായി നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഈ ഫാമിലിയിൽ എല്ലാവരും ഒരേപോലെ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക സന്തോഷം അല്ലെങ്കിൽ ഗുണങ്ങൾ? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് സന്തോഷമാണ് ഏറ്റവും ഒരു പ്രധാനം. കാരണം നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായി കാണുമ്പോൾ ഒരു സന്തോഷം. അതായത് വൃത്തി വേണം, ആ വൃത്തി അതുകൊണ്ടാണ് ഒരു ഭംഗിയായിട്ട് നമുക്ക് നിലനിർത്തുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പം ഞാൻ നമ്മളാണെങ്കിൽ പോലും ഇല കൊഴിഞ്ഞ് വീണതിൻ്റെ ശേഷമാണ് എടുക്കുക. അപ്പോൾ ഇല കൊഴിഞ്ഞ് വീഴുമ്പോഴാണ് ഈ അസുഖങ്ങൾ, ഫംഗസും മറ്റുമൊക്കെ വരിക. അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വിഷുവിന് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും മനോഹരമായി പരിപാലിക്കുന്നവരെ നമുക്കതൊക്കെ കാണാം. അതിൻ്റെ പുറമെ തന്നെ മറ്റുള്ള വീട്ടുകാരോട് അല്ലെങ്കിൽ മറ്റ് ഇത് കാണുന്ന ആളുകളോട് എന്ത് സന്ദേശമാണ് കൊടുക്കാറുള്ളത്? ഈ ഗാർഡനിങ്ങിലൂടെ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ, എല്ലാവരും ചെയ്യണമെന്നുള്ള ഒരു സന്ദേശം എന്തായിട്ട് കൊടുക്കാൻ പറ്റും? വളരെ നല്ല കാര്യമാണ്. വീട്ടിലെല്ലാവരും ഇങ്ങനെ ചെയ്യാമെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ഒരു കൊച്ചു അടുക്കളത്തോട്ടവും ഒരു ചെറിയ പൂന്തോട്ടം വീട്ടിൽ നിർബന്ധമാണ്. അത് നമ്മൾ പരിപാലിച്ച് കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഈ പ്രായമുള്ള ആളുകൾ ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും മെച്ചം കിട്ടുന്നുണ്ടോ? അങ്ങനെ മെച്ചം എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടൊരു സന്തോഷം. നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു പൂ പറിക്കാൻ, നമുക്ക് ഓണത്തിന് ഇടാൻ നമ്മൾ വീട്ടിൽ നിന്ന് പൂ പറിച്ചിടുന്നതും അങ്ങാടിയിൽ നിന്നൊരു പൂ വാങ്ങിക്കൊണ്ട് നിടുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ പൂ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മനസ്സുഖം തന്നെയാണ്. അതേപോലെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഒരു ചീനമുളകോ ഒരു മുളകോ നമുക്ക് വീട്ടിലേക്ക് അടുക്കളയിലേക്ക് പറിച്ചു കൊണ്ടുവരുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും ഒക്കെ ഉണ്ടാവും, സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. വളരെ മനോഹരമായൊരു ചെറിയൊരു ഗാർഡനാണ്, പക്ഷേ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ പുള്ളി കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇനി മഴയ്ക്ക് മുന്നേ ഒന്നുകൂടി കട്ട് ചെയ്ത് വൃത്തിയാക്കണം. പിന്നെ ഇതിൽ പുല്ലിൽ എന്ത് വളമൊക്കെ? നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് വളം ഇടുന്നില്ല, കാരണം പുല്ല് കട്ട് ചെയ്യാൻ വരുന്ന ആൾ പറഞ്ഞ് വളം ഇടണ്ട, അത്രയും നല്ല വളം ഇതിലുണ്ട്. നല്ല ഗ്രോത്ത് ഉള്ളതുകൊണ്ട് വളമുണ്ട്. യൂറിയോ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. മറ്റേ യൂറിയ പിന്നെ വേപ്പ് പിണ്ണാക്കൊക്കെയാണ് നമ്മൾ ഇട്ടിരുന്നത്. ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. നല്ല പിന്നെ മറ്റു ചെടികളൊക്കെ തെച്ചി പറയാറ്. നല്ല പൂ ഉണ്ടാവും. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് നല്ല പൂവൊക്കെ സാധാരണ ഇത് സ്വന്തമായിട്ടാണ് ഇതിന്റെ എല്ലാ പരിപാലനവും. തീർച്ചയായും ഇത് കട്ട് ചെയ്യാൻ നമ്മൾ ഒരാൾ വന്നിട്ട് ചെയ്ത് കട്ട് ചെയ്യും. ചെടികൾ ഗന്ധരാജൻ, എന്താ ഗന്ധരാജൻ, നല്ല മണമുള്ള പൂ അല്ലേ? ശരി ശരി. പിന്നെ തെച്ചി, മഞ്ഞ തെച്ചിയുണ്ട്, റോസ് തെച്ചിയുണ്ട്. സാധാ ബെഡ് മാങ്ങയാണ്. ഇത് ചെറിയ ഇലയുള്ള ചെറിയ ഇങ്ങനെ ഒരു മാവ് വീടിൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ തന്നെ നല്ല തണലാണ്. ഉച്ചനേരത്തൊക്കെ വന്നിരിക്കാൻ. പിന്നെ കുട്ടിക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും ചെറുതായിട്ട് അവിടെ ഒന്ന് ഊഞ്ഞാലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സന്തോഷം. നിങ്ങളെപ്പോലെ എല്ലാവരും ഇത്തരം രീതിയിൽ ചെറിയൊരു ഗാർഡൻ പരിപാലിക്കുകയാണെങ്കിൽ, അതായത് ഒരു തത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഓക്സിജൻ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള തത്വത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ ചൂടും കുറയും. ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്തെ ചൂട് എല്ലാവരും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ല ഗുണമായിരിക്കും എല്ലാവർക്കും. ഇപ്പോൾ നമ്മളെ ഈ നിങ്ങളെ ചെറിയ ഉദ്യാനം കണ്ടിട്ട്
എല്ലാവരും ഇതേപോലെ മനോഹരമായി ചെറിയ സ്ഥലത്താണെങ്കിൽ പോലും ബാൽക്കണിയിലാണെങ്കിൽ പോലും നല്ലൊരു ഉദ്യാനം ഉണ്ടാക്കാൻ ഒരു മനസ്സ് കാണിക്കട്ടെ. ഓക്കെ, താങ്ക് യു.